ഹലോ, കുറേ പേരായി ഞങ്ങളടുത്ത് ഇനിയെങ്കിലും വ്ളോഗൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തോടെയും ചോദിക്കുന്നു. നെക്സ്റ്റ് ബേബിയുടെ ബർത്ത് വ്ളോഗാണ് ഞങ്ങൾ ആദ്യമായിട്ട് വ്ളോഗാക്കി ഇടാമെന്ന് വിചാരിച്ചത്. അതുപോലെ തന്നെ എക്സ്പെക്റ്റ് ചെയ്തേക്കാൾ നേരത്തെ, അതായത് ഒരു 36+5 വീക്സിൽ ഏർലി മോർണിംഗ് ഒരു 4:30 ഒക്കെ ആയപ്പോൾ വാട്ടർ ബ്രേക്കായിട്ട് ഞങ്ങൾ രാജഗിരി ഹോസ്പിറ്റലിലെത്തി. ഇപ്രാവശ്യം ഞാൻ കൂടുതൽ എക്സൈറ്റഡ് ആണ്, കാരണം ഈ ഹോസ്പിറ്റലിലെ ചേട്ടനെ ഡെലിവറി ടൈമിൽ കൂടെ കയറ്റും. പക്ഷേ ഞാനിത്തിരി ടെൻസ്ഡും ആയിരുന്നു. ഏതൂട്ടിനെ പുറത്ത് നിർത്തിയിട്ട് വേണമായിരുന്നു ഡെലിവറിക്ക് കയറാനായിട്ട്. ആസ് എ സെക്കൻഡ് മോം നമ്മുടെ ആദ്യത്തെ മോനെ പുറത്ത് നിർത്തി കുറച്ച് നേരം ഒന്ന് മാറിയിരിക്കുന്നത് വളരെ സങ്കടമുള്ളൊരു കാര്യമായിരിക്കും. വാട്ടർ ബ്രേക്കായിട്ടാണ് എത്തിയെങ്കിലും എനിക്ക് പെയിൻ ഒന്നുമില്ലായിരുന്നു. അവർ പെയിൻ ഇൻഡ്യൂസ് ചെയ്യുകയും ചെയ്തില്ല, കാരണം ഫസ്റ്റ് നോർമലായിരുന്നു. അപ്പോൾ സെക്കൻഡ് വണ്ണും അവർ വെയിറ്റ് ചെയ്തു. ഈ സമയത്തൊക്കെ 1 സെൻറ്റിമീറ്റർ ഡയലേറ്റഡ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിനുശേഷം ഒരു 3 സെൻറ്റിമീറ്റർ ഡയലേറ്റഡ് ആയിട്ടാണ് ഈ കമ്പിയുമൊക്കെ പിടിച്ചിരിക്കുന്നൊരവസ്ഥ. ഈ സമയത്തൊക്കെ ചേട്ടൻ എൻ്റെ കൂടെ ഉള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ആശ്വാസം. പക്ഷേ ഏതൂട്ടൻ പുറത്ത് വാശിയായിരുന്നത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാവം ഓടായിരുന്നു. പിന്നീട് ഞാൻ ഡയറക്റ്റ് 10 സെൻറ്റിമീറ്റർ ഡയലേറ്റഡായി. അങ്ങനെ കാത്തിരുന്ന് ഞങ്ങളുടെ കുഞ്ഞു ഫാമിലിയിലോട്ട് ഒരു ഗേൾ ബേബിയാണ് വന്നത്. എൻ്റെ വീട്ടിലും ചേട്ടൻ്റെ വീട്ടിലും ഫുൾ ബോയ്സ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു ഗേൾ ബേബീനെ കിട്ടുക എന്നുള്ളത് വളരെ ഒരു ആഗ്രഹവും പ്രാർത്ഥനയുമായിരുന്നു. അങ്ങനെ April 10 മോർണിംഗ് 10:49 ഏവൂട്ടി വന്നത്. ഇതിൽ ഏതൂട്ടൻ ബേബീനെ കണ്ടപ്പോൾ ഇത്തിരി ഹാപ്പി ആണെങ്കിലും അവൻ്റെ അപ്പനെ മിസ് ചെയ്തിട്ട് അപ്പം എങ്ങനെയെങ്കിലും ഒന്ന് എടുത്താൽ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരുന്നു. ഞാൻ വളരെയധികം മിസ് ചെയ്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നത്. അതായത് ഏതൂട്ടൻ ഏവൂട്ടിനെ ആദ്യമായിട്ട് കാണുന്ന ഒരു നിമിഷം ഞാൻ നേരിട്ട് അവരുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ വളരെ ആഗ്രഹിച്ചു പോണു. കാരണം അമ്മമാർക്കൊരിക്കലും ഈ ഒരു സമയത്ത്, അതായത് ഇപ്പോൾ ആദ്യമായിട്ട് ബേബീനെ നമ്മുടെ ഫാമിലീനെ കാണിക്കുന്ന ഒരു നിമിഷം ഒരിക്കലും നേരിട്ട് കാണാൻ പറ്റില്ല. എന്നെ വളരെ പെട്ടെന്ന് തന്നെ റൂമിലോട്ട് ഷിഫ്റ്റാക്കി. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എൻ്റെ ഏതൂട്ടിനൊന്ന് എടുത്താൽ മതി എന്നുള്ളതായിരുന്നു. അവനും എന്നെ വളരെ മിസ് ചെയ്ത് എൻ്റെ കയ്യിലോട്ട് ചാടി വരാൻ കാത്തിരിക്കുകയായിരുന്നു. ലേബർ റൂമിലായിരിക്കുമ്പോൾ ഞാൻ ചേട്ടനോട് ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യം ഏത് ഓക്കെ അല്ലേ എന്നായിരുന്നു. അവൻ കരയുന്നുണ്ടോ, അവൻ ഭക്ഷണം കഴിച്ചോ, അവൻ ഉറങ്ങിയോ, അതൊക്കെയായിരുന്നു എനിക്ക് അറിയേണ്ടിയിരുന്നത്. എത്ര പെയിനിലായപ്പോൾ പോലും ഞാൻ ആലോചിച്ചത് അവനെക്കുറിച്ച് മാത്രമായിരുന്നു. ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ മുതൽ എൻ്റെ ആകെയുള്ളൊരു പേടി, ഞാൻ ലേബർ റൂമിൽ പോകുമ്പോൾ എന്ത് ചെയ്യും, എന്നെ മിസ് ചെയ്യുമോ, എന്നെ ചോദിക്കുമോ, അവൻ എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യുക, അങ്ങനെയൊക്കെ മാത്രമായിരുന്നു എൻ്റെ ടെൻഷൻ. ഏവൂട്ടി ആളിത്തിരി സൈലൻ്റ് ആയിരുന്നു. കൂടുതൽ സമയം ഉറങ്ങായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇവൻ്റെ കൂടെ നന്നായി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. അവളുടെ സഹകരണം ഇവനും ഓക്കെ ആയി. ഇപ്പം മൊത്തത്തിൽ എൻ്റെ മൈൻഡും ഓക്കെ ആയി. സ്റ്റിച്ചിൻ്റെ വേദനയൊക്കെ ഉണ്ടെങ്കിലും ഇവരുടെ ആ ഒരു ഹാപ്പിനെസ് എന്നെ അതൊക്കെ മറക്കാൻ ഹെൽപ്പ് ചെയ്തു. ലേബർ റൂമിൽ വെച്ചിട്ട് അവരെനിക്ക് ഫുഡൊക്കെ തന്നിട്ടാണ് ഇങ്ങോട്ടേക്ക് റൂമിലോട്ടാക്കിയത്. അതുകൊണ്ട് എൻ്റെ വിശപ്പൊക്കെ മാറിയായിരുന്നു. പക്ഷെ ആകെ ഒരു 5-6 മണിക്കൂർ മാത്രമാണ് ഞാൻ അവനെ പിരിഞ്ഞു നിന്നത്. അതിൽ തിരിച്ച് വന്നപ്പോൾ തന്നെ എനിക്ക് അവൻ ക്ഷീണിച്ചു എന്ന് വരെ തോന്നിപ്പോയി. ഞാനില്ലെങ്കിൽ ഒന്നുമില്ല എന്നുള്ളൊരു തോന്നലാണ്. നമ്മുടെ കഥാനായകനാണ് ശരിക്കും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ചേട്ടന് വീഡിയോയിലൊന്നും വരാൻ പറ്റിയില്ല. പക്ഷേ ഈ വ്ലോഗിൻ്റെ ലാസ്റ്റ് ഞങ്ങൾ 4 പേരെടുത്ത ആദ്യത്തെ ഫാമിലി ഫോട്ടോയിൽ ചേട്ടനെ കാണാം. ഈ ഒരു മൊമെൻ്റാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത്. അതായത് ഏതൂട്ടൻ്റെ മടിയിൽ ഏവൂട്ടിനെ വെക്കുന്നൊരു നിമിഷം. ഏതൂട്ടിനെ ഞങ്ങൾ ഹെഡ്, ഹാൻഡ് അല്ലെങ്കിൽ ലിപ്സ്, ഐസൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതാണ് അവനിപ്പോൾ ഹെഡ് ഏതാ ഐസ് ഏതാന്നൊക്കെ പറഞ്ഞ് ബേബീനെ നോക്കിയിട്ട് പറയണത്. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ബോണ്ടിങ് കാണാനാണ് സത്യം പറഞ്ഞാൽ ഞാൻ കാത്തിരിക്കുന്നത്. ഏവൂട്ടി വയറ്റിലായിരിക്കുമ്പോൾ തന്നെ ഏതൂട്ടിനെ പറഞ്ഞ് പഠിപ്പിച്ചായിരുന്നു ബേബി ബേബി ബേബിന്ന്. അതന്നെ അവൻ അവളെ കണ്ടപ്പോൾ ബേബിന്ന് വിളിച്ച് ഉമ്മയൊക്കെ കൊടുത്ത്, അതായത് ഏതൊരു പാരൻസിനും വളരെ സന്തോഷമാക്കുന്ന ഒരു മൊമെൻ്റാണത്.
അപ്പോഴേക്കും നേഴ്സുമാർ വന്നിട്ട് നമ്മുടെ ഏവൂട്ടിയുടെ കാലുമ്മ ബാൻഡ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഏവൂട്ടീനെ എടുത്തു. അപ്പോഴേക്കും നമ്മുടെ ഏതൂട്ടിന് വിഷമായി. അതായത് ബേബി 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 എന്ന് പറഞ്ഞിട്ട് ബേബിനെ മടിയിൽ വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവന്. അവൻ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഏവൂട്ടിൻ്റെ മടിയിൽ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കി വെച്ചുതരാമെന്ന് പറഞ്ഞപ്പോൾ അനുസരണയോട് കൂടി തന്നെ അവിടെ ഇരുന്ന് ഉണ്ണീനെ ചോദിച്ച് ഞാനെല്ലാം അപ്പോൾ ഒന്ന് സെറ്റാക്കി അവൻ്റെ മടിയിൽ വെച്ച് കൊടുത്തു. പക്ഷെ അവൻ താലോലിക്കാണ് അവളെ. ഏവൂട്ടിനെ നോക്കിയിട്ട് ഏവൂട്ടിയുടെ ലെഗ്സ്, ഹാൻഡ്സ് എവിടെയാ, ഐസ് എവിടെയാ എല്ലാം ഒന്ന് നോക്കായിരുന്നു അവൻ. ഇടയ്ക്ക് ഉമ്മയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആൾക്ക് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാനൊക്കെ നല്ല ഇഷ്ടം. അതുകൊണ്ടാണ് ഈ പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഏവൂട്ടിക്ക് ബിൽറൂബിൻ്റെ അളവ് ഇത്തിരി കൂടുതലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് 1 ഡേ NICUയിൽ കിടത്തി. പക്ഷെ അതിനുശേഷം പെട്ടെന്ന് തന്നെ അവൾ ബെറ്ററായി. ഏപ്രിൽ 13 നമ്മൾ ഡിസ്ചാർജായി. ഡെലിവറി കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വരുന്ന ആ ഒരു മൂമെൻറ്റ് സത്യം പറഞ്ഞാൽ വളരെ സ്പെഷ്യൽ തന്നെയാണ്. കാരണം നമ്മുടെ ഹോസ്പിറ്റൽ നല്ല ഹോസ്പിറ്റലായിരുന്നു, എല്ലാ ഫെസിലിറ്റീസും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും നമ്മുടെ വീട്ടിലോട്ട് വന്ന് നമ്മുടെ ബെഡിൽ കിടക്കുന്ന ആ ഒരു സന്തോഷം, സമാധാനം അത് വേറെ എവിടെയും കിട്ടില്ലല്ലോ. ഡെലിവറി കഴിഞ്ഞ ആ ഒരു നിമിഷം മുതൽ എൻ്റെ കെട്ടിയോനെ ആലോചിച്ച് തുടങ്ങിയതാണ് എങ്ങനെയാണ് റൂം അറേഞ്ച് ചെയ്യേണ്ടത്, തൊട്ടിൽ എവിടെ വെക്കണം, ബെഡ്ഷീറ്റ് ഏത് കളർ വിരിക്കണം. ബേബി ഗേൾ ആയിരുന്നതുകൊണ്ട് തന്നെ പിങ്ക് ബെഡ്ഷീറ്റ് മതിയെന്ന് ഞങ്ങൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു. ഏതൂട്ടിനായിരുന്നു ഏറ്റവും കൂടുതൽ ഹാപ്പി. കാരണം അവനവൻ്റെ റുട്ടീനിലോട്ട് തിരിച്ചെത്തി. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞു ഫാമിലി. അപ്പ, അമ്മ, ഏതൂട്ടൻ ആൻഡ് ഏവൂട്ടി. ഞങ്ങളുടെ ഈ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു. ബൈ ബൈ.